ശ്രീജിത്ത്, എനിക്ക് തോന്നുന്നു കൃഷ്ണകുമാറിന്റെ ഒപ്പം തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ശ്രീജിത്ത്, കൃഷ്ണകുമാറിന്റെ അവകാശവാദം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒരു ഏറ്റക്കുറച്ചിൽ ഈ 104 ബൂത്ത് വരെ എത്തുമ്പോൾ പ്രകടമാണ്. പക്ഷേ അവിടെ വലിയ ഭൂരിപക്ഷമാണ് BJP പ്രതീക്ഷിക്കുന്നത്. ശ്രീജിത്ത്, ഈ സന്ദീപ് വാര്യരുടെ അവസാന നിമിഷത്തെ മാറ്റം ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്തുവെന്ന് BJP അവകാശപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് വസ്തുതയാണോ? അത് ഗുണം ചെയ്തോ നഷ്ടമുണ്ടാക്കിയോ? അത് വസ്തുതാപരമായ ഒരു കണക്കെടുപ്പ് BJP നടത്തിയിട്ടുണ്ടോ? തീർച്ചയായും അത് വസ്തുതാപരമാണെന്ന് കരുതേണ്ടി വരും. BJPയുടെ പ്രാദേശിക നേതാക്കളിൽ നിന്നുള്ള പ്രതികരണവും അവരുടെ നിലപാടുകളും ഒക്കെ കാണുമ്പോൾ. എന്തായാലും ഒരു കൗതുകം കൂടി പറയാം. ഇപ്പോൾ രണ്ടുപേരും, അതായത് BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറും സരിനും ഈ കൽപ്പാത്തി ക്ഷേത്രത്തിനുള്ളിലാണ് ഉള്ളത്. രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ ഇവിടെ എത്തപ്പെട്ടു. ഒരു കൗതുകം കൂടിയുള്ളത്, രണ്ടുപേരും നീല ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കൗതുക കാഴ്ച എന്നുള്ള നിലയിൽ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും രണ്ടുപേരും ഇപ്പോൾ ക്ഷേത്രത്തിനുള്ളിലാണ്. വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലാണ് രണ്ടുപേരുമുള്ളത്. നേരത്തെ പറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് തിരികെ വന്നാൽ തീർച്ചയായും സജിത്ത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. BJP ക്യാമ്പിൽ ഉള്ള പ്രാദേശികമായ, എല്ലാ പാർട്ടിയിലും പ്രാദേശികമായ പല പല എതിർപ്പുകളും പ്രശ്നങ്ങളും ഉണ്ടാകുമല്ലോ. അത്തരം എതിർപ്പുകളെല്ലാം ഒരുമിപ്പിക്കാൻ, അതെല്ലാം അവഗണിച്ച് മുന്നേറാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. പ്രത്യേകിച്ച് സംഘപരിവാർ, RSSനെ കൂടി തള്ളിപ്പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടി സന്ദീപ് വാര്യർ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ്. കേവലം സംഘടനാ പ്രശ്നങ്ങൾ മാത്രമാണ് പറഞ്ഞിരുന്നത് എങ്കിൽ അത്രത്തോളം പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല എന്ന് തന്നെ കരുതേണ്ടി വരും. എന്തായാലും സരിൻ ഇപ്പോൾ കൽപ്പാത്തി ക്ഷേത്രത്തിന് പുറത്തേക്ക് എത്തിയിരിക്കുന്നു. സരിൻ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞത് പ്രകാരം അത്രത്തോളം വലിയ ഒരു ഒരുമ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് മാത്രം പോരാ, താഴെത്തട്ടിലുള്ള സംഘടനാ പ്രവർത്തനത്തിലാണ് അവരുടെ ഒരു പ്രതീക്ഷയുള്ളത്. അവർ വളരെ കോൺഫിഡന്റായി ഓരോ ബൂത്തുകളിലും ഉള്ള കോൺഫിഡൻസ് അവർ പറയുന്നുണ്ട്. പക്ഷെ ആദ്യ റൗണ്ടിലെ മാത്രം ഭൂരിപക്ഷം എന്ന് ചോദിക്കുമ്പോൾ അത്രത്തോളം പറയുന്നില്ല. എന്തായാലും 4-5 റൗണ്ടിലൊക്കെയാണ് ഈ വടക്കന്തറ മൂത്താന്തറ മേഖലകൾ ഉള്ളത്. തുടക്കത്തിൽ ഒലവക്കോട് നിന്നാണ് തുടങ്ങുന്നത്. ആദ്യ ബൂത്തിലെ വോട്ടുകൾ അത്രത്തോളം BJP പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ തൊട്ടടുത്ത ബൂത്തുകൾ കൂടി വന്ന് ആദ്യ റൗണ്ടിൽ തന്നെ മുന്നോട്ട് പോകുന്നു. BJP പറഞ്ഞൊരു വലിയ മുന്നേറ്റം, അതായത് നഗരസഭയിൽ നിന്ന് 9,000 മുതൽ 10,000 വരെ ലീഡാണ്. അത് അത്രത്തോളം എത്തുമോ എന്നുള്ളത് നമുക്കൊരു 6-7 റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ ആ ട്രെൻഡ് മനസ്സിലാകും. അങ്ങനെ എത്തുമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ സമീപകാലത്തൊരു പൊളിറ്റിക്കൽ ചേഞ്ച് പൊതുവെ മണ്ഡലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. നമ്മളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതുപോലെ ഇടത് വോട്ടുകൾ കൂടി BJPയിലേക്ക് വരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അത്തരം സാധ്യതയുണ്ടെങ്കിൽ കണ്ണാടിയിലും മാത്തൂരിലുമൊക്കെ അതൊരു വലിയ മാറ്റം ഉണ്ടാക്കിയാൽ അതും വലിയ എന്താ പറയുക, BJPയെ സംബന്ധിച്ച് പ്രതീക്ഷയുള്ള ശരിയാണ്. അത് തന്നെയാണ് പ്രതീക്ഷ. പാലക്കാട് നഗരസഭ തന്നെയാണ് പ്രതീക്ഷ. അതിൽ ഈ പറയുന്ന പോലെ പാലക്കാട് നഗരസഭയിൽ വോട്ടർ ടേൺ ഔട്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് LDFും UDFും പറയുമ്പോൾ BJPയെ സമ്മതിച്ചു തരാത്തത്, അതിന് ചില കണക്കുകൾ അവർ ഈ 52-ാം നമ്പർ ബൂത്ത് കഴിഞ്ഞിട്ടുള്ള തുടർച്ചയായ ബൂത്തുകളുടെ കണക്കാണല്ലോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ 56-ാം നമ്പർ ബൂത്ത്, അതെപ്പോഴും അവർ എടുത്തു പറയുന്നുണ്ട്. കർണകി അമ്മൻ ഹൈസ്കൂൾ, അവിടെ 1011 വോട്ടുകൾ പോൾ ചെയ്തു. അതായത് 1269 വോട്ടുകളിൽ 1011 വോട്ടുകളും പോൾ ചെയ്തു. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വോട്ടർ ടേൺ ഔട്ട് ഉണ്ടായിരിക്കുന്ന ഒരു ബൂത്ത് അതായിരിക്കും. അത് എന്ന് പറയുന്നത് ഞങ്ങളുടെ ശക്തി കേന്ദ്രം എന്ന് പറയുകയാണ് BJP. അത് മാത്രമല്ല, കഴിഞ്ഞ തവണത്തെ ഈ ശ്രീധരന് കിട്ടിയ വോട്ട് നോക്കുമ്പോൾ അത് ഏറ്റവും പ്രധാനവുമാണ്, BJPയുടെ ശക്തി കേന്ദ്രമാണ്. ഇങ്ങനെയാണല്ലോ ഉദാഹരണ സഹിതം BJP പറയുന്നത്.